CPIM നേതാവ് KJ ഷൈനിനെതിരായ സൈബർ ആക്രമണം പ്രത്യേക സംഘം അന്വേഷിക്കും. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. കൊച്ചി സൈബർ ഡോം, കൊച്ചി സിറ്റി, എറണാകുളം റൂറൽ ഡിവിഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരാണ് സംഘത്തിൽ ഉള്ളത്. KM ഷാജഹാന്റെയും CK ഗോപാലകൃഷ്ണന്റെയും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാനാണ് സാധ്യത. പോലീസ് ഇടപെടലിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടലിൽ അഭിമാനമുണ്ട് എന്ന് KJ ഷൈൻ പ്രതികരിച്ചു. കിട്ടിയ എല്ലാ തെളിവുകളും അന്വേഷണ സംഘത്തിന് കൈമാറിയെന്നും ഷൈൻ പറഞ്ഞു. അഭിമാനം കൊള്ളുന്നു കേരളത്തിലെ സ്ത്രീകളെ ഓർത്ത്. കാരണം വലിയൊരു പ്രതിസന്ധിയാണല്ലോ കടന്നുപോയത്. അപ്പം അതിൽ ഗവൺമെന്റ് സംവിധാനം, കേരളത്തിലെ പോലീസ് സംവിധാനം, അതോടൊപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല, വലിയ തോതിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ തെളിവുകളും കൊടുക്കുന്നുണ്ട്, കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വ്യത്യസ്ത ജില്ലകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അതാത് ജില്ലകൾക്കകത്ത് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്, നിയമപരമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. സംഭവത്തിൽ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ മുനമ്പം ഡിവൈഎസ്പിക്ക് മുമ്പാകെ മൊഴി നൽകി. സൈബർ ആക്രമണത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും മുനമ്പം ഡിവൈഎസ്പിക്കും പരാതി നൽകിയിരുന്നതായി KN ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അപവാദ പ്രചാരണത്തിന്റെ ഉറവിടം അന്വേഷണത്തിലൂടെ വ്യക്തമാകണം. കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിന്റെ ഫേസ്ബുക്കിലൂടെയാണ് ആദ്യം അറിഞ്ഞത്. സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമണത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ തള്ളിപ്പറയുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. ഇത് സംശയം ഉണ്ടാക്കുന്നുവെന്നും MLA പറഞ്ഞു. എനിക്കെതിരെ നടന്ന സൈബർ ആക്രമണത്തെ തുടർന്ന് ഞാൻ മുഖ്യമന്ത്രിക്കും DGPക്കും വൈപ്പിൻ പ്രദേശം ഉൾപ്പെടുന്ന മുനമ്പം ഡിവൈഎസ്പിക്കും ആലുവ SPക്കും പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ മൊഴിയെടുക്കാൻ ഇന്നിവിടെ മുനമ്പം ഡിവൈഎസ്പി മുമ്പാകെ ഞാൻ എത്തിയിരിക്കുകയാണ്. തീർച്ചയായും എല്ലാ തെളിവുകളും ഇവിടെ നൽകുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് ബന്ധപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. അപവാദ പ്രചരണത്തിന്റെ ഉറവിടം എന്നുള്ളത് അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ടതാണ്. പാർട്ടിയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശാണ് ചേരുന്നത്. നവമി, ഒരു ഭാഗത്ത് ഇത്തരം അപവാദ പ്രചരണങ്ങൾ തടയിടേണ്ടതുണ്ട്. ഒരുതരം ഒളിഞ്ഞുനോട്ടം എന്ന് തന്നെ പറയാം. മറ്റുള്ളവന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ആണ് എന്നതിൽ ഒരു തർക്കവുമില്ല. വ്യക്തിപരമായ ബന്ധങ്ങൾ അത് ഏത് നിലയിലാണെങ്കിൽ പോലും അത് മറ്റൊരാൾ അന്വേഷിക്കേണ്ടതില്ല എന്നുള്ളത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇതിന് രാഷ്ട്രീയമായ പ്രാധാന്യമുണ്ട്. ഈ അപവാദ പ്രചരണത്തിൽ ഇരകളാക്കപ്പെട്ടവർ, അതിലൊരു MLA ഉണ്ട്, അതോടൊപ്പം തന്നെ CPIMന്റെ സമുന്നതയായ ഒരു നേതാവുമുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണം കൂടുതൽ ശക്തമാകുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. കൃത്യമായി ഇതിൽ പ്രതികളിലേക്ക്, ഇതാരാണോ ഇതിന് പിന്നിൽ എന്ന ആ വ്യക്തിയിലേക്ക് തന്നെ എത്തിപ്പെടണം എന്ന മട്ടിലാണോ ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്? അഭിലാഷ്, ഈ CPM വനിതാ നേതാവ് KJ ഷൈൻ തുടക്കം മുതൽ പറയുന്നത് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് നേതാക്കളാണ്. അതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് ഷൈൻ ടീച്ചർ ഇതിനോടകം തന്നെ ഈ ആരോപണങ്ങളെ ഒക്കെ പ്രതിരോധിക്കുന്നത്. VD സതീശൻ അറിയാതെ ഇത്തരത്തിലൊരു ആരോപണം ഉയരില്ല. ഇതിനു മുൻപ് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ കോളിളക്കം ഉണ്ടാകുന്ന സമയത്ത് പോലും അതിനുശേഷം VD സതീശൻ പറഞ്ഞത് ഒരു ബോംബ് വരാനുണ്ടെന്നാണ്. ആ ബോംബാണ് തനിക്കെതിരെ വന്നതെന്നാണ് ഈ ഷൈൻ ടീച്ചർ തുടക്കം മുതൽ തന്നെ ആരോപിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഷൈൻ ടീച്ചറിന്റെയും ഈ വൈപ്പിൻ MLAയുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് CK ഗോപാലകൃഷ്ണൻ 1-ാം പ്രതിയും യൂട്യൂബ് ചാനലുടമ KM ഷാജഹാൻ 2-ാം പ്രതിയുമാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. ഒപ്പം ഈ ഒരു പത്രത്തിൽ, മെട്രോ വാർത്തയിലും ഈ ഒരു ആരോപണം അച്ചടിച്ചു വന്നിരുന്നു. ഈ പത്രത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് പോലീസിന്റെ അന്വേഷണം. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മെറ്റയോടും ചില കാര്യങ്ങൾ, വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ പോലീസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ചില വിവരങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. KJ ഷൈന്റെയും ഉണ്ണികൃഷ്ണന്റെയും സോഷ്യൽ മീഡിയകളിൽ സൈബർ ആക്രമണം നടത്തുന്ന, അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയവരുടെ വിവരങ്ങൾ കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് മെറ്റയ്ക്കും കത്തയച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് പോലീസിന്റെ അന്വേഷണം വേഗത്തിൽ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്.
ഇതാദ്യമായിട്ടായിരിക്കും ഇത്രയും വേഗം ഒരു പരാതിയിൽ പോലീസിന്റെ അന്വേഷണം ഇത്രയും വേഗത്തിൽ നടക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം സൈബർ ആക്രമണം ഇത് ആദ്യത്തെ പരാതിയല്ല. ഇതിനു മുൻപും പല നേതാക്കൾക്കെതിരെയും പല നേതാക്കളുടെ മക്കൾക്കെതിരെയും ഒക്കെ വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രയും തിടുക്കപ്പെട്ട് പോലീസ് കേസെടുക്കുന്നതും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ആദ്യമായിട്ടാണ്. എന്നാലും ഷൈൻ ടീച്ചറിനെ സംബന്ധിച്ച് അത് വലിയ അഭിമാനമുള്ള കാര്യമാണെന്നാണ് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. സ്ത്രീകൾക്കെന്നല്ല ആർക്കും എതിരായിട്ടുള്ള സൈബർ ആക്രമണത്തെ അംഗീകരിക്കാൻ കഴിയില്ല. അത് ഏറ്റവും നമ്മുടെ സംസ്കാരത്തിന് നിരക്കാത്ത ഒരു രീതി തന്നെയാണ് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം. എത്രയും വേഗം പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് KJ ഷൈൻ. ഒപ്പം ഈ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ ഇല്ല എന്ന് പോലീസ് അന്വേഷണം നടത്തിയാൽ അദ്ദേഹം വീട്ടിലില്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, ഫോൺ എടുക്കുന്നതുമില്ല. ഷാജഹാനും ഒക്കെ ഉടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് അറിയാനും സാധിക്കുന്നത്. വൈപ്പിൻ MLA ഇന്ന് ഉച്ചയോടുകൂടി തന്നെ മുനമ്പ ഡിവൈഎസ്പിയുടെ ഓഫീസിലെത്തി മൊഴി നൽകിയിട്ടുണ്ട്. ഇതിലും കൃത്യമായിട്ട് തനിക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണം ആരൊക്കെയാണ് തന്റെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ നൽകിക്കൊണ്ടുള്ള വിശദമായ പരാതി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ ഉണ്ണികൃഷ്ണൻ MLAയും പറയുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. സൈബർ ആക്രമണം തനിക്ക് എതിരായിട്ടുള്ള അപവാദ പ്രചാരണം ഇത് നടത്തിയത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് ഈ ആരോപണം ഉന്നയിച്ചവരെ തള്ളിപ്പറയാത്തിടത്തോളം കാലം ഇവർക്ക് പിന്നിൽ കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷ നേതാവും ഉണ്ട് എന്ന് തന്നെയാണ് ഉണ്ണികൃഷ്ണനും പറയുന്നത്. എന്തായാലും വലിയ സൈബർ ആക്രമണമാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായി രണ്ട് നേതാക്കളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ശരി, തീർച്ചയായും നവമി, ഇതിലിപ്പോൾ നമുക്കറിയാം ഈ ഹിതമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അവിഹിതം ആയേക്കാം. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു തരത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു പൊതു സ്വഭാവമുണ്ട്. നാലാൾ അറിയുന്ന ആളുകളെക്കുറിച്ച് അവർ ആരോടൊപ്പം പോകുന്നു, ആരോട് സംസാരിക്കുന്നു, ആരോടൊപ്പം സമയം ചെലവഴിക്കുന്നു, ഇതിനെല്ലാം അവിഹിതത്തിൻ്റെ മസാലക്കൂട്ടുകൾ ചേർത്തുകൊണ്ട് അവതരിപ്പിച്ചാൽ അതിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കിട്ടും എന്നുള്ളതാണ് മലയാളികളുടെ ഒരവസ്ഥ. അത് പ്രയോജനപ്പെടുത്തുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷേ ഈ വിഷയത്തെ അങ്ങനെ മാത്രമല്ലല്ലോ നമുക്ക് നോക്കിക്കാണേണ്ടത്. ഇതിലിപ്പോൾ രാഷ്ട്രീയമായ ആരോപണങ്ങൾ അതിശക്തമാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിലേക്ക് തന്നെ ആരോപണം എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൻ്റെ ഗൂഢാലോചനകൾ നടക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ആസൂത്രിതമായ കേന്ദ്രം എന്നത് പറവൂർ ആണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവ്, ഇന്നലെ പ്രതിപക്ഷ നേതാവിനെതിരായ ആരോപണങ്ങൾ CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെ തള്ളിപ്പറയുന്നില്ല എന്ന വിമർശനം MLA ഉന്നയിക്കുന്നു. ഇതിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് തന്നെ എത്തുന്നു. തൻ്റെ മെക്കെട്ട് കയറുകയാണ് എല്ലാവരും. തൻ്റെ വീട്ടിലേക്കാണ് കോഴിയെയും കൊണ്ട് പ്രതിഷേധം നടത്തുന്നത്, കുതിരയെയും കൊണ്ട് പ്രതിഷേധം നടത്തുന്നത് എന്നൊക്കെയുള്ള തരത്തിൽ പ്രതിപക്ഷ നേതാവും പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം സ്വാഗതം ചെയ്യപ്പെടാമല്ലോ, അതായത് സൈബർ ഡോം ഉൾപ്പെടെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായാൽ ആരാണ് ഈ കഥ, അവിഹിത കഥ, ഈ മസാലകൾ ചേർത്ത് പൊടിപ്പും തൊങ്ങലും വെച്ച് തയ്യാറാക്കിയത്, അതിലേക്കെത്തിയാൽ ഇതിന് രാഷ്ട്രീയമുണ്ടോ, ഇതിന് പിന്നിൽ മറ്റ് കരങ്ങളുണ്ടോ എന്നതൊക്കെ അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുമല്ലോ നവമി. തീർച്ചയായും തുടക്കം മുതൽ തന്നെ KJ ഷൈനും ഉണ്ണികൃഷ്ണനും ആരോപിക്കുന്നത് കോൺഗ്രസ് നേതാക്കളാണ് ഈ ആരോപണത്തിന് പിന്നിൽ. പ്രത്യേകിച്ച് VD സതീശൻ ആ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് KJ ഷൈൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. പക്ഷേ പൂർണ്ണമായും VD സതീശൻ ഈ ആരോപണങ്ങളെ തള്ളുകയാണ്. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു അറിവുമില്ല, എന്തിനാണ് തന്റെ മേൽ ഇങ്ങനെ വെക്കിട്ട് കയറുന്നത്, ഇതിന് പിന്നിൽ CPM തന്നെ പ്രാദേശിക നേതാക്കൾ തന്നെയാണ്, അത് കോൺഗ്രസിന്റെ തലയിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല. കോൺഗ്രസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഗുരുതരമായ ആരോപണം ഉയർന്നു. മാതൃകാപരമായിട്ടുള്ള നടപടിയാണ് കോൺഗ്രസ് സ്വീകരിക്കുകയും ചെയ്തത്. അത് പൊതുസമൂഹം കണ്ടതുമാണ്. ഇത്തരത്തിൽ CPM ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന്റെ തലയിലിട്ട് രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ പേരിലേക്ക് വലിച്ചിഴക്കേണ്ട ആവശ്യമില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഇതേ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പാർട്ടിക്ക് യാതൊരുവിധ അറിവുമില്ല. ഇവർ പറയുന്നത്, ഈ KJ ഷൈനും ഉണ്ണികൃഷ്ണനും അല്ലെങ്കിൽ CPM നേതാക്കൾ പറയുന്നത്, ആദ്യം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് വന്നത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ഗോപാലകൃഷ്ണന്റെ അക്കൗണ്ടിലാണ്. പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തു. അത് ഒരു മാസം മുൻപാണ് ഈ അക്കൗണ്ടിൽ ഈ പോസ്റ്റ് വരുന്നത്. അതായത് KJ ഷൈനും ഈ വൈപ്പിൻ MLAയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വളരെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു ആദ്യത്തെ പോസ്റ്റ്. പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഒരു യൂട്യൂബ് ചാനൽ
ചാനലിലും പിന്നീട് പത്രത്തിലുമൊക്കെ ഈ വാർത്ത തുടർന്ന് വരികയും അത് സമൂഹ മാധ്യമങ്ങളടക്കം വലിയ സൈബർ ആക്രമണം ഇവർക്ക് രണ്ടുപേർക്കും നേരെ ഉണ്ടാകുന്ന രീതിയിലേക്ക് വഴിമാറുകയും ചെയ്തത്. അതാണ് ഈ CPM നേതാക്കൾ പറയുന്നത്. ഇതിന്റെ തുടങ്ങി വെച്ചത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ഗോപാലകൃഷ്ണനാണ്. ഒരു പൊതുപരിപാടിയിൽ താൻ ചെന്നപ്പോൾ അവിടെ വെച്ച് തന്നെ ഒരു നേതാവ് തന്നോട് പറയുകയും ചെയ്തു, കാത്തിരുന്നോളൂ, ഒരു ബോംബ് വരാനുണ്ടെന്ന്. പക്ഷെ അന്ന് തനിക്ക് മനസ്സിലായില്ല എന്ന് KJ ഷൈൻ പറയുന്നു. അപ്പോൾ VD സതീശൻ കരുതി വെച്ച ബോംബാണ് തനിക്കെതിരെ ഇപ്പോൾ വന്നിരിക്കുന്നത്, ഈ അപവാദ പ്രചാരണം എന്നാണ് ഷൈൻ ടീച്ചർ ആവർത്തിച്ച് പറയുകയും ചെയ്തത്. കോൺഗ്രസ് ഇതിനെ പൂർണ്ണമായും തള്ളുകയും ചെയ്തിട്ടുണ്ട്. പറവൂരിൽ ഇത്തരത്തിലുള്ള ഈ ആരോപണങ്ങൾക്കൊക്കെ പിന്നിൽ CPM തന്നെയാണ്, CPMന്റെ പ്രാദേശിക നേതാക്കൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് തന്നെയാണ് കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാലും ഇതിന്റെ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ പോലീസിന് കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിയും ആരാണ് ആദ്യം എന്താണ് ഈ ഗോപാലകൃഷ്ണൻ ഇട്ട പോസ്റ്റ് എന്താണ്, അത് പിന്നീട് പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, ഈ അറസ്റ്റ് രേഖപ്പെടുത്തി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഇതിന് പിന്നിൽ മറ്റ് നേതാക്കളുണ്ടോ അല്ലെങ്കിൽ ഇവർ ആരോപിക്കുന്നത് പോലെ തന്നെ VD സതീശൻ ഇതിൽ പങ്കുണ്ടോ എന്നതിലൊക്കെ ഒരു വ്യക്തത കൈവരികയുള്ളൂ. എന്തായാലും മുനമ്പൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു കാര്യം കൂടി രാവിലെ ആവർത്തിച്ചിരുന്നു. MV ഗോവിന്ദനാണ് ആദ്യമായി സ്ത്രീകൾക്കെതിരായിട്ടുള്ള മോശം പരാമർശം നടത്തിയത്. അതുകൊണ്ട് CPM പാർട്ടി സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ സ്ത്രീകളോട് മോശം പരാമർശം നടത്തരുതെന്ന് തന്നെ പഠിപ്പിക്കേണ്ടതില്ല. അത് സ്വന്തം പാർട്ടിയിലെ അംഗങ്ങളെയും സ്വന്തം നേതാക്കൾ തന്നെ അത് സ്വയം ബോധ്യപ്പെട്ടാൽ മതി എന്ന കാര്യം കൂടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഇരുവരെയും അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. തീർച്ചയായും കേരളത്തിൽ ഇത്തരത്തിൽ സൈബർ വേട്ടയാടലുകൾക്ക് ഇരയാക്കപ്പെടുന്നത് നിരവധിയായ സ്ത്രീകളാണ്. പക്ഷേ അപ്പോഴൊന്നുമില്ലാത്തൊരു വേഗത KJ ഷൈൻ്റെ പരാതിയിൽ കേരള പോലീസ് സ്വീകരിക്കുന്നു എന്നത് സ്വാഗതാർഹമാണ്. ആരാണ് ഇത്തരത്തിൽ അവിഹിത കഥകൾ കെട്ടിച്ചമയ്ക്കുന്നത്? ഇനിയിപ്പോൾ അത്തരം സംഭവങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെ ഈ മോറൽ പോലീസ് സംവിധാനം ആരാണ് നിങ്ങളെ ഏൽപ്പിച്ചത് എന്ന് അറിയേണ്ടതുണ്ട്. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ അവർ ശിക്ഷിക്കപ്പെടുകയാണ് എങ്കിൽ മാത്രമേ ഇത്തരം ആളുകൾക്ക്, കൃത്യമായി പറഞ്ഞാൽ ചില ഞരമ്പു രോഗികൾക്ക് കൃത്യമായ മറുപടിയായി അത് മാറുകയുള്ളൂ. അതിന് നമ്മുടെ പോലീസ് സംവിധാനത്തിന് സാധിക്കട്ടെ. ഇതെവിടെ നിന്നാണ് ഉരുത്തിരിഞ്ഞത്, ഇതാരാണ് രൂപപ്പെടുത്തിയത്, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം.